Hello friends, ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ ഉദ്ദേശിക്കുന്നത് മൈക്രോസോഫ്റ്റ് എക്സലിലെ തീം ഓപ്ഷൻസിനെ കുറിച്ചാണ്. മൈക്രോസോഫ്റ്റ് എക്സൽ നമുക്ക് ധാരാളം തീം ഓപ്ഷനുകൾ നൽകുന്നുണ്ട്. ഒരു തീമിൽ പ്രധാനമായും 2 ഫോണ്ടുകളും 12 കളറുകളുമാണ് നൽകുന്നത്. എങ്ങനെയാണ് നമുക്ക് ഇഷ്ടമുള്ള ഒരു തീം ക്രിയേറ്റ് ചെയ്യുവാനും അതല്ലെങ്കിൽ എക്സൽ നൽകിയിട്ടുള്ള തീമുകൾ എങ്ങനെ നമുക്ക് ഫലപ്രദമായി ഉപയോഗിക്കാൻ സാധിക്കും എന്നുള്ളതുമാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. വീഡിയോയുടെ അവസാനം നമുക്ക് സ്വന്തമായി ഒരു തീം ക്രിയേറ്റ് ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ള ഫോണ്ടുകളിലേക്ക് ഡിഫാൾട്ടായി എങ്ങനെ സെറ്റ് ചെയ്യാം എന്നുള്ളതൊക്കെയാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ ഉദ്ദേശിക്കുന്നത്. ആദ്യമായി മൈക്രോസോഫ്റ്റ് എക്സലിൽ ഈ ടാബുകളിൽ പേജ് ലേഔട്ട് എന്നുള്ളൊരു ടാബ് സെലക്ട് ചെയ്യുക. ഇതിൽ നിങ്ങൾക്ക് തീംസ് എന്നുള്ള ഒരു ഗ്രൂപ്പുകളിൽ തീംസ് എന്നുള്ളത് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്താൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും എക്സൽ ഓൾറെഡി സെലക്ട് ചെയ്തിട്ടുള്ളത് ഓഫീസ് എന്നുള്ളൊരു ടൂളാണ്. മൈക്രോസോഫ്റ്റ് എക്സൽ ഓപ്പൺ ചെയ്ത് വരുമ്പോൾ ഡിഫാൾട്ടായി നമുക്ക് നൽകുന്ന തീമാണ് ഓഫീസ് തീം എന്നുള്ളത്. ശേഷം നമ്മൾ ഹോം ടാബിൽ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫോണ്ട് ഗ്രൂപ്പുകളിൽ നമുക്ക് കളേഴ്സിൽ പോയി കഴിഞ്ഞാൽ തീം കളറുകൾ നമുക്ക് കാണാൻ സാധിക്കും. ഈ 12 കളറുകളാണ് പ്രധാനമായും ഈ തീമിലൂടെ നമുക്ക് ലഭ്യമാവുന്നത്. ഫോണ്ടുകൾ എടുത്ത് നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ഹെഡിങ് ഫോണ്ടുകൾ കാലിബ്രി ലൈറ്റിലും ബോഡി ഫോണ്ട് കാലിബ്രിയിലുമാണ് കിടക്കുന്നത്. നമ്മൾ ഓരോ തീം സെലക്ട് ചെയ്യുന്നതിനനുസരിച്ചും ഹെഡിങ് ഈ ഫോണ്ടുകളൊക്കെ സ്വമേധയാ ഓട്ടോമാറ്റിക്കലി മാറുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ ഈ തീം കളറുകളിലും മാറ്റങ്ങൾ വരും. അതെങ്ങനെ സംഭവിക്കുന്നത് നമുക്ക് നോക്കാം. പേജ് ലേഔട്ടിലൂടെ നമ്മൾ വേറൊരു തീം സെലക്ട് ചെയ്തു. ബാഡ്ജ് എന്നുള്ളൊരു തീം സെലക്ട് ചെയ്തു. നമ്മൾ ഇൻസേർട്ടിൽ പോയി ഇല്ലുസ്ട്രേഷനിലൂടെ ഷേപ്പ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വയ്ക്കും. ഇപ്പോൾ ആ തീമിൻ്റെ കളറിലുള്ളൊരു ഷേപ്പാണ് ഇവിടെ വന്ന് കിടക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കുന്നത്. നമ്മൾ തിരഞ്ഞെടുത്ത തീമിൻ്റെ കളറിലുള്ള തീം കളറുകളാണ് ഇവിടെ പ്രധാനമായും വന്ന് കിടക്കുന്നത്. ഇനി നമുക്ക് ഈ തീമിൻ്റെ ഫോണ്ടുകൾ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഹെഡിങ് ഫോണ്ടുകളും ബോഡി ഫോണ്ടുകളും മാറിയതായി നമുക്ക് കാണാൻ സാധിക്കും. ഹെഡിങ് ഫോണ്ട് ഇമ്പാക്റ്റ് എന്നുള്ളതും ബോഡി ഫോണ്ട് ജിൽസ് ആൻഡ് എം ടി എന്നുള്ളതുമാണ്. ഇങ്ങനെ നമ്മൾ തീമുകൾ മാറ്റുന്നതിനനുസരിച്ച് തീമുകളിലുള്ള ഹെഡിങ് ഫോണ്ടുകളും ബോഡി ഫോണ്ടുകളും മാറുകയും നമ്മൾ കളറുകളിൽ മാറ്റം സംഭവിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ എക്സൽ നൽകുന്ന പല കളർ മിക്സിങ്ങുകളും നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള രൂപത്തിലേക്ക് എങ്ങനെ നമുക്ക് ഒരു തീം സെറ്റ് ചെയ്യാം എന്നുള്ളതാണ് ഇനി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. അതിനായി പേജ് ലേഔട്ടിലൂടെ പോയി തീം ഗ്രൂപ്പിൽ നിങ്ങൾക്ക് കളേഴ്സ് എന്നുള്ള ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഈ കളേഴ്സിൽ നിങ്ങൾക്ക് ധാരാളം കളർ ഓപ്ഷനുകൾ ഇവിടെ നിന്ന് തിരഞ്ഞെടുക്കാം. അതല്ല എങ്കിൽ കസ്റ്റമൈസ് കളേഴ്സിൽ പോയി കഴിഞ്ഞാൽ നമുക്കിഷ്ടമുള്ള ഒരു രൂപത്തിലേക്കുള്ള ഒരു കളർ ഗ്രൂപ്പുകൾ നമുക്ക് ഇവിടെ നിന്നും സെറ്റ് ചെയ്യാൻ സാധിക്കും. ശേഷം സേവ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ഇനി നമുക്ക് ഫോണ്ടുകൾ മാറ്റം വരുത്തണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ഫോണ്ട്സ് എന്നുള്ളതിൽ പോയതിന് ശേഷം കസ്റ്റമൈസ് ഫോണ്ട് സെലക്ട് ചെയ്യുക. ഇവിടെ നമുക്ക് ഹെഡിങ്ങുകളൊക്കെ മാറ്റാവുന്നതാണ്. ഞാൻ കാംബ്രിയയിലേക്ക് മാറ്റുകയാണ് ഹെഡിങ്. ഇത് കാംബ്രിയ എന്നുള്ളതിന് ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ള ഹെഡിങ്ങും ബോഡിയും കാംബ്രിയയിലാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. ശേഷം സേവ് ക്ലിക്ക് ചെയ്തു. ഇനി തീംസ് എന്നുള്ളൊരു സെലക്ട് ചെയ്ത് സേവ് കറൻറ്റ് തീം എന്നുള്ളൊരു ഓപ്ഷൻ അടിയിൽ കാണാം. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ
ഇപ്പോൾ തിരഞ്ഞെടുത്തിട്ടുള്ള തീമുകൾ നമുക്ക് ഇവിടെ സേവ് ചെയ്യാൻ സാധിക്കും. ശേഷം ഇനി നമുക്ക് നമ്മൾ തിരഞ്ഞെടുത്ത തീമുകൾ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. നമുക്കറിയാം ഹെഡിങ്ങും ബോഡിയും കാംബ്രിയ ഫോണ്ടിലേക്ക് മാറിയതായി നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ പ്രത്യേക കളർ മിക്സിങ്ങുകളും തിരഞ്ഞെടുത്തിട്ടില്ല, അതുകൊണ്ട് തന്നെ കളറുകളിൽ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുമില്ല. പ്രധാനമായും ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ ഉദ്ദേശിച്ചത് തീംസ് ഓപ്ഷൻസുകളെ കുറിച്ചാണ്. മൈക്രോസോഫ്റ്റ് എക്സലിൽ തന്നെ നമുക്ക് ധാരാളം തീമുകൾ നൽകുന്നുണ്ട്. പക്ഷേ ആ തീമുകൾക്ക് പുറമെ നമുക്ക് എങ്ങനെയാണ് നമുക്ക് ഇഷ്ടമുള്ള തീമുകൾ തിരഞ്ഞെടുക്കുവാനും നമുക്ക് ഇഷ്ടപ്പെട്ട രൂപത്തിലെ ഫോണ്ടുകളും ഹെഡിങ് ഫോണ്ടുകളും ബോഡി ഫോണ്ടുകളും ഒക്കെ നമുക്ക് ഇഷ്ടമുള്ള രൂപത്തിലേക്ക് എങ്ങനെ മാറ്റാൻ സാധിക്കും, ഏതൊക്കെ കളർ മിക്സിങ്ങുകളാണ് എക്സലിൽ നമുക്ക് ഉപയോഗിക്കേണ്ടത്, അതൊക്കെ നമുക്ക് എങ്ങനെ സെറ്റ് ചെയ്യാൻ സാധിക്കും എന്നീ തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നത്. ഈ ഒരു ഓപ്ഷൻ ഉപയോഗിക്കുക വഴി നമുക്ക് ധാരാളം കാര്യങ്ങൾ വളരെ സിമ്പിളായി നമുക്ക് ഇഷ്ടമുള്ള രൂപത്തിൽ സെറ്റ് ചെയ്യാൻ സാധിക്കും. ഈ വീഡിയോ നിങ്ങൾ കാണുന്നത് ആദ്യമായിട്ടാണെങ്കിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ വീഡിയോക്ക് താഴെ രേഖപ്പെടുത്തുക. ഈ ചാനൽ നിങ്ങൾ ആദ്യമായാണ് വരുന്നതെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ വീക്ഷിച്ചതിന് നന്ദി. താങ്ക് യു വെരി മച്ച്.